കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിൽ മടങ്ങിയെത്തിയിരുന്നു. ഹൃദയാഘാതമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലേബി സജീന്ദ്രൻ, വടക്കാഞ്ചേരിയിൽ നിന്നെത്തി വാപ്പ അബൂബക്കറുടെ ആ ഒരു അഭിനയ പാരമ്പര്യം അത് കൈമുതലായി ഉണ്ടായിരുന്നു. അങ്ങനെ പടിപടിയായി കയറി വരികയായിരുന്നു കലാഭവൻ നവാസ്. 51 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വളരെ നേരത്തെയുള്ള ഒരു അന്ത്യം കൂടിയാണ്, ഒരു വിയോഗം കൂടിയാണ്. പാട്ട് നിർത്താറായിരുന്നില്ല നവാസിന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന സാഹചര്യം. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഒടുവിൽ ഉണ്ടായിരുന്നത് എന്നും കേൾക്കുന്നു. എത്ര മണിയോടുകൂടിയാണ് മുറിയിലേക്ക് പോകുന്നത്? അവിടെ കൂടെ സഹപ്രവർത്തകരോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ? സുജിയ, നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകമ്പനം സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം റൂം ബോയ് ആണ് ഹോട്ടലിൽ എത്തിയപ്പോൾ ബോധമില്ലാത്ത നിലയിൽ നവാസിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ റൂം ബോയ് വിവരം മാനേജറെ അറിയിക്കുകയായിരുന്നു. ഇവരെല്ലാം ചേർന്ന് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ ഇന്നും പുറത്തേക്ക് പോയിരുന്നു. വൈകിട്ടാണ് തിരിച്ചെത്തിയതെന്നുള്ള വിവരമാണ് ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്നത്. ഹോട്ടലിലെ റൂം ബോയ് ആണ് ഇത്തരത്തിൽ ചലനമറ്റ് കിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഇപ്പോൾ അത് ഉൾക്കൊള്ളാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ചലച്ചിത്ര രംഗത്തേക്ക് വന്നപ്പോഴും അദ്ദേഹം മിമിക്രിയെ മറന്നിരുന്നില്ല, ഗാന ലോകത്തെ മറന്നിരുന്നില്ല. ഈ 1995 ഈ ചൈതന്യം അഭിനയിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് പടിപടിയായുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിലേക്ക് പ്രിയപ്പെട്ടവരും ആ സന്തോഷത്തിനൊപ്പം ചേർന്നിരുന്നു. നവാസിന്റെ ഒരു പ്രത്യേകതയായും പ്രിയപ്പെട്ടവർ പറയുന്നതും അത് തന്നെയാണ്. ഏത് രംഗത്തേക്ക് എത്തുമ്പോഴും അദ്ദേഹം വന്ന വഴികളൊന്നും മറന്നിരുന്നില്ല. എല്ലാവരോടുമുള്ള ആ ഒരു സ്നേഹ വായ്പ എന്നും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ആ ഹൃദയവായ്പോടു കൂടി തന്നെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഞെട്ടൽ എല്ലാവർക്കും, ഈ അറിയുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. സിനിമയിലേക്ക് വന്നിട്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ കൂടുതൽ കോമഡി ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം നമ്മളെ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മൾക്ക് ഈ സമയവും നമുക്ക് ഒരു സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ തന്നെയാണല്ലോ സുജയ്. എല്ലാ വേഷവും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. എത്രത്തോളം നമ്മളെ ചിരിപ്പിച്ച ഒരാളാണ്. നല്ല പ്രായത്തിൽ 51 വയസ്സേ ആയിട്ടുള്ളൂ. വളരെ സന്തോഷപൂർവ്വം മക്കളുമായി 3 മക്കളുമായി ചേർന്ന് പുതിയ വീട് വെച്ചു. അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തിടെയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞൊക്കെ പോയതാണ്. അതിനിടയിലാണ് പെട്ടെന്ന് അവരെല്ലാവരെയും തനിച്ചാക്കി നവാസിന്റെ ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ. ഏതായാലും അദ്ദേഹത്തിന്റെ സഹോദരൻ ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരൻ നിയാസ് അവിടെയുണ്ട്. ഏതായാലും എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ നിയാസ് ബക്കർ ശരിക്കും നവാസിന്റെ ഒരു ബഡി പെയർ തന്നെയായിരുന്നു. ലേബിക്ക് അറിയാമല്ലോ, കൊച്ചിൻ ആർട്സ് എന്ന് പറയുന്ന ട്രൂപ്പൊക്കെ അവർ ഉണ്ടാക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ്. കലാഭവൻ നവാസും നിയാസ് ബക്കർ സഹോദരനും ചേർന്നിട്ടാണ് ഈ കൊച്ചിൻ ആർട്സ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അഭിനയിച്ച സിനിമയിൽ കൂടുതലും കോമഡി റോളുകളായിരുന്നു. എന്നാൽ ജീവിതത്തിൽ താൻ കടന്നു വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അതേക്കുറിച്ചൊക്കെ പറയുന്ന ഒരു നവാസിനെയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 40ഓളം സിനിമകളിൽ വേഷമിട്ടു. ഇപ്പോൾ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം സജീവമാകുന്നത് ഈ ഹരിഹർ നഗർ സീരീസിൽപ്പെട്ട ഒരു സിനിമയിലൂടെയാണ്, ജോൺ ഹോനായി. അതിലൂടെയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ തുടർച്ചയായി സിനിമകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ടെലിവിഷൻ പരിപാടികളിൽ ജഡ്ജായൊക്കെ ഇരുന്ന് അങ്ങനെ ഈ ഒരു ഇൻസ്റ്റാ ജനറേഷനും പരിചിതനായ ഒരാളായി കലാഭവൻ നവാസ് മാറുകയായിരുന്നു. അതിനിടയിലാണ് ആ ഒരു പ്രശസ്തിയുടെ ഒരു പടവുകൾ ഒന്നൊന്നായി കയറുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് എന്ന് വേണ്ടേ കരുതാൻ ലേബി? അങ്ങനെ തന്നെയാണ് സുജയ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ 9:10 കൂടിയാണ് ചോറ്റാനിക്കരയിലെ മുറിയിൽ ഇത്തരത്തിൽ റൂം ബോയ് കണ്ടെത്തിയത്. ചോറ്റാനിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റുള്ള വൃന്ദാവനം ഹോട്ടലിലെ മുറിയിലാണ് ഇത്തരത്തിൽ ബോധമറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ തൊട്ടടുത്തുള്ള ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ മാസം 25-ാം തീയതി മുതൽ നവാസ ഈ ഹോട്ടലിൽ താമസിച്ചു വരികയാണ് എന്നാണ് ഹോട്ടൽ അധികൃതർ നൽകുന്ന വിവരം. അത് മാത്രമല്ല, ഈ ഹോട്ടൽ ജീവനക്കാരൻ അവിടെ എത്തുമ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നാണ് ആദ്യം കരുതിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. മുറിയുടെ തറയിൽ വീണ് കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധക്ഷയം വന്ന് കിടക്കുകയാണ് എന്നാണ് ആദ്യം റൂം ബോയ് മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ വിവരം അറിയിച്ചു ഹോട്ടലിലെ മറ്റുള്ളവരെ. ഒട്ടും വൈകാതെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ ഹോട്ടൽ മുറിയുടെ തറയിൽ ഇത്തരത്തിൽ വീണ് കിടന്ന നിലയിൽ തലചുറ്റി വീണതാകാമെന്നാണ് ആദ്യം കരുതിയത്. പെട്ടെന്ന് തന്നെ ചോറ്റാനിക്കരയിലെ ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഏതായാലും ചോറ്റാനിക്കര പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി ആശുപത്രിയിൽ എത്തിക്കുന്ന
ചെയ്യുന്നതിന് മുൻപ് മരണം നടക്കുകയാണെങ്കിൽ അതൊരു പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് കൂടിയാണ്, അതിന്റെ ഭാഗം കൂടിയാണ്. ഏതായാലും ഈ കലാഭവൻ നവാസിന്റെ വേർപാട് വളരെ വളരെ വലിയ ഒരു സങ്കടമാണ് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, സഹപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബത്തിൽ നിന്നുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഹോട്ടലിലെ റൂം ബോയിയാണ് ആദ്യം ഹോട്ടലിൽ ഇത്തരത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഈ ജൂലൈ മാസത്തിൽ ഇവിടെ എത്തി, ജൂലൈ പാതിയോടെ ഇവിടെ എത്തിയ, ജൂലൈ 25 പാതിയോടെ അല്ല, ജൂലൈ 25 തീയതിയാണ് ഹോട്ടലിൽ മുറിയെടുത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അദ്ദേഹം ഇന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉള്ളതായി ഹോട്ടലിലെ റൂം ബോയ്ക്കോ അല്ലെങ്കിൽ ഹോട്ടലിലെ മറ്റ് ജീവനക്കാർക്കോ ഒന്നും അറിയില്ല. ഒരു അസ്വസ്ഥതയും അദ്ദേഹം പങ്കുവച്ചിരുന്നുമില്ല. അദ്ദേഹത്തിന് അന്ന് തൊട്ടുമുന്നേ മുമ്പ് കാണുമ്പോൾ പോലും അദ്ദേഹം വളരെ പ്രസന്നവതനായി നിൽക്കുകയായിരുന്നു. ഏതെങ്കിലും അസ്വസ്ഥത ഉള്ളതായി മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഏതായാലും നമുക്ക് വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത്.